ഹായ് വെൽക്കം ബാക്ക് ടു മിക്സ് ആൻഡ് ടെക്സ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൽ പാർട്ടീഷൻ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു ഇൻഡിവിജ്വൽ സീരീസിൽ പാർട്ടീഷൻ വാല്യൂസ് കാണുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് പാർട്ടീഷൻ വാല്യൂസ് കണ്ടുപിടിക്കുന്നതെന്നാണ്. പാർട്ടീഷൻ വാല്യൂസ് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അതിനുള്ള ഇക്വേഷൻസ് ആണിത്. പാർട്ടീഷൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ക്വാർട്ടൈൽസ്, ഡിസൈൽസ് ആൻഡ് പെർസെൻറ്റൈൽസ് ആണ്. ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് Q1, Q2, Q3 ആണ്. ഡിസൈൽസ് നമ്മൾ ഡി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. പെർസെൻറ്റൈൽസ് P വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ Q1 കാണാനുള്ള ഇക്വേഷൻ സൈസ് ഓഫ് n+1/4 ഐറ്റം. ഇവിടെ n എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ n ആണ്. ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസീസിന്റെ സം ആണ്. ഓക്കെ, അപ്പോൾ n+1/4 ഐറ്റം. ദെൻ Q2 എന്ന് പറയുന്നത് സൈസ് ഓഫ് n+1/2 ഐറ്റം. ഇവിടെ നമുക്ക് Q2 എന്ന് പറയുന്നതും മീഡിയൻ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. Q3 സൈസ് ഓഫ് n+1/4 ഇൻറ്റു തേർഡ് ഐറ്റം. DK സൈസ് ഓഫ് n+1/10 ഇൻറ്റു kth ഐറ്റം ആണ്. DK എന്ന് പറയുന്നത് ഡിസൈലാണ് കേട്ടോ. PR പെർസെൻറ്റൈൽ സൈസ് ഓഫ് n+1/100 ഇൻറ്റു ആർത്ത് ഐറ്റം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മുടെ പാർട്ടീഷൻ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ പാർട്ടീഷൻ വാല്യൂസ് കാണാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സൈസ് നമുക്ക് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ പാർട്ടീഷൻ വാല്യൂസ് കാണാനായിട്ട് നമുക്ക് ഒരു ടേബിൾ വരയ്ക്കേണ്ട കാര്യമുണ്ട്. ആ ടേബിളിൽ എന്തൊക്കെയാണ് വേണ്ടത്? സൈസ്, ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും വേണം. സൈസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സൈസ്, ഫ്രീക്വൻസി, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻസീസ് ആഡ് ചെയ്ത് എഴുതുന്നതിനാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുക. അപ്പോൾ ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്രീക്വൻസി തന്നെയാണ്. ദെൻ നെക്സ്റ്റ് 3 + 7 10, 10 + 10 20, 20 + 15 35, 35 + 8 43, 43 + 6 49, 49 + 4 53. ഇങ്ങനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാർട്ടീഷൻ വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലേ? ഏതൊക്കെയാണ്? ക്വാർട്ടൈൽസ്, 9th ഡിസൈൽ, 30th പെർസെൻറ്റൈൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്വാർട്ടൈൽസിൽ ഫസ്റ്റ് വൺ ഏതാണ്? Q1 ആണ്. Q1 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n+1/4 fourth item. Okay, which is equal to size of n എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസിയുടെ സം ആണ്. ഫ്രീക്വൻസിയുടെ സം ഇവിടെ എത്രയാണ്? 53 ആണ്. അപ്പോൾ 53 + 1 54, 54/4 ഐറ്റം എന്ന് കിട്ടും. Which is equal to size of 13.5 item. ഇനി നമ്മൾ നോക്കേണ്ടത് 13.5 ഐറ്റം എന്ന് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഈ 13.5 നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് കിടക്കുന്നത് നോക്കാം. 13.5 കൃത്യമായിട്ടില്ല എങ്കിലും ഏത് രണ്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികളുടെ ഇടയ്ക്കാണ് കിടക്കുന്നത് എന്ന് നോക്കാം. ഏത് വരും? 10നും 20ക്കും ഇടയ്ക്കാണ് 13.5 വരിക അല്ലേ? അപ്പോൾ നമ്മൾ 13.5ന് ശേഷമുള്ള സംഖ്യ എടുക്കും. അപ്പോൾ 10നും 20ക്കും ഇടയ്ക്ക് വരുമ്പോൾ 13.5ന് ശേഷം കിടക്കുന്നത് 20 ആണ്. 20യുടെ നേരെയുള്ള സൈസ് നോക്കുക. സൈസ് എത്രയാണ്? 10 ആണ്. അതാണ് നമ്മുടെ Q1 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ Q2 കണ്ടുപിടിക്കണം. Q2 എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n+1/2 item, which is equal to size of 54/2 item, which is equal to size of 27th item. 27th item എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 27 നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് കിടക്കുന്നത് നോക്കുക. ഏതിനൊക്കെ ഇടയ്ക്കാണ്? 20ക്കും 35നും ഇടയ്ക്കാണ്.
അപ്പോൾ 27 ശേഷമുള്ള 35 ആണ്. 35 നേരെയുള്ള നമ്മുടെ സൈസ് എന്ന് പറയുന്നത് 12 ആണ്. അതായിരിക്കും നമ്മുടെ Q2. നെക്സ്റ്റ് നമുക്ക് Q3 ആണ് കാണാനുള്ളത്. Q3 ഈക്വൽ ടു സൈസ് ഓഫ് n+1/4 into 3th item, which is equal to size of 50, അതായത് n എന്ന് പറയുന്നത് 53, 53 plus 1 54, 54/4 into 3th item, which is equal to size of the 40.5 millimeter the item, which is equal to 40.5. 40.5 ഇവിടെ എവിടെയാണ് കിടക്കുന്നത് നോക്കുക. 35നും 43ക്കും ഇടയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 43 എടുക്കും. 43ക്ക് നേരെയുള്ള സൈസ് എത്രയാണെന്ന് നോക്കുക, 18 ആണ്. അപ്പോൾ Q3 എന്ന് നമുക്ക് കിട്ടുന്നത് 18 ആണ്. നെക്സ്റ്റ് 9th ഡിസൈഡ് ആണ്. 9th ഡിസൈഡ്. അപ്പോൾ D9 equal to size of n+1/10 into 9 item, which is equal to size of 53 plus 154/10 into 9th item, which is equal to size of 48.6 എന്ന് കിട്ടും. 6th item. 48.6 എവിടെയാണ് കിടക്കുന്നത്? 43ക്കും 49നും ഇടയ്ക്കാണ്. അപ്പോൾ 49 നേരെയുള്ളത് 20 ആണ്, which is equal to 20. ഇപ്പോൾ D9 എന്ന് പറയുന്നത് 20 ആണ്. നെക്സ്റ്റ് നമുക്ക് പെർസെൻറ്റേജ് 30th പെർസെൻറ്റൈലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ P30 ആണ്, which is equal to size of n+1/100 into 30th item, which is equal to size of n53, 53 plus 1 54, 54/100 into 30th item, which is equal to size of 16.2 item എന്ന് നമുക്ക് കിട്ടും. 16.2 ഏതിന് രണ്ടിനും ഇടയ്ക്കാണ്? 10നും 20ക്കും ഇടയ്ക്കാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് 10നും 20ക്കും ഇടയ്ക്കാണ്. അപ്പോൾ 20ക്ക് നേരെയുള്ള സൈസ് നോക്കുക, അതെത്രയാണ്? 10 ആണ്. അപ്പോൾ പെർസെൻറ്റൈൽ 30th പെർസെൻറ്റൈലും നമുക്ക് ലഭിച്ചു എത്രയാണ്? 10 ആണ്.